ഹായ് ഗൈസ്, നിങ്ങൾക്ക് എൻ്റെ മുഖം കണ്ടിട്ട് അല്പം ബ്രൈറ്റ് ആയ പോലെ തോന്നുന്നുണ്ടോ? ഉണ്ടെങ്കിൽ നമ്മുടെ നാച്ചുറൽ സ്കിൻ ടോൺ ബ്രൈറ്റ് ആക്കാനും നമ്മുടെ സ്കിന്നിൻ്റെ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാനും പറ്റിയ ഒരു ക്ലീനപ്പ് കോംബോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അത് നമ്മുടെ ടിയറ നാച്ചുറൽസിൻ്റെ ക്ലീനപ്പ് കോംബോ ആണ്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ക്ലീനപ്പ് കോംബോയിൽ 3 ഐറ്റംസാണ് വരുന്നത്. ആദ്യത്തെ നമ്മുടെ ബ്രൈറ്റനിങ് ഫേസ് വാഷ് കാണുന്നുണ്ടോ? ഓക്കെ, ഞാനൊരു 3 വീക്സായിട്ട് ഈ 3 പ്രോഡക്റ്റ് ഒരു കോംബോ ആയിട്ട് തന്നെയാണ് ആൾ പറഞ്ഞ രീതിയിൽ തന്നെയാണ് യൂസ് ചെയ്തത്. എനിക്ക് ശരിക്കും നല്ലൊരു ഡിഫറൻസ് ഫീൽ ചെയ്തു. ഇത് ശരിക്കും പറയുന്ന പോലെ ആ ഒരു ബ്രൈറ്റനിങ് എഫക്റ്റ് തന്നെ എനിക്ക് കിട്ടി. ശ്രദ്ധിക്കുക, വെളുപ്പിക്കുകയല്ല കേട്ടോ. നമ്മളുടെ നാച്ചുറൽ സ്കിൻ ടോൺ എന്താണോ അത് ഇത്രയും കൂടി ഇമ്പ്രൂവ് ചെയ്യുക. നമ്മുടെ സ്കിൻ ടെക്സ്ചർ, അതുപോലെ കുരുക്കൾ വന്നിട്ട് അല്ലെങ്കിൽ പോഴ്സിൽ പൊടി അടിഞ്ഞുകൂടി അങ്ങനെയുള്ള സംഭവങ്ങളിൽ നിന്ന് നമ്മുടെ നാച്ചുറൽ സ്കിന്നിൻ്റെ ബ്രൈറ്റ്നസ്സും സ്കിൻ ഹെൽത്തും ഇമ്പ്രൂവ് ചെയ്യാനാണ് ഇത് പറയുന്നത്. അല്ലാതെ വെളുപ്പിക്കലല്ല കേട്ടോ സ്കിൻ ബ്രൈറ്റനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഐറ്റം ബ്രൈറ്റനിങ് ഫേസ് വാഷ്. ഇതിനകത്ത് നമ്മുടെ മഞ്ചിഷ്ട, സാഫ്രൺ, മഞ്ഞൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ്. ഡെയിലി രാവിലെയും വൈകുന്നേരം മുഖം വാഷ് ചെയ്യുമ്പോൾ ഈ ഫേസ് വാഷ് വെച്ച് വാഷ് ചെയ്യുക. ഭയങ്കര പ്ലസൻ്റ് ആയ ഒരു സ്മെല്ലാണ്. നമ്മുടെ ഈ സൺ എക്സ്പോഷർ കൊണ്ടുവരുന്ന ടാനിങ്, അതുപോലെ പിമ്പിൾസൊക്കെ വന്നു കഴിഞ്ഞിട്ടുള്ള ഇതിനൊക്കെ ശരിക്കും ഒരു ഡീപ്പ് ക്ലെൻസിങ് എഫക്റ്റാണ്. അപ്പോൾ രാവിലെയും വൈകുന്നേരവും നമ്മൾ മുഖം വാഷ് ചെയ്യുമ്പോൾ നമ്മൾ നമ്മുടെ ഈ ഫേസ് വാഷ് വെച്ചിട്ടാണ് വാഷ് ചെയ്യേണ്ടത്. രണ്ടാമത്തെ ഐറ്റം എന്ന് പറയുന്നത് ഈ ബ്രൈറ്റനിങ് ഫേസ് ജെൽ. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഫേസ് വാഷ് ചെയ്തതിന് ശേഷം മുഖം ഒന്ന് ഒപ്പിയതിന് ശേഷമാണ് നമ്മൾ ഈ ജെല്ല് തേക്കുന്നത്. ഇതിനകത്തും ഈ മഞ്ഞളും മഞ്ചിഷ്ടയും സാഫ്രണും അങ്ങനെ ഒരുപാട് നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് അടങ്ങിയതാണ് ഈ ജെല്ല്. ഇത് ഞാൻ ഇട്ട് കാണിച്ചു തരാം. ഞാനൊരു കാര്യം റിയലൈസ് ചെയ്തു. എനിക്ക് ക്രീംസിനേക്കാളും കൂടുതൽ ജെല്ലാണ് എൻ്റെ സ്കിന്നിന് സൂട്ടാവുന്നതെന്ന് ഞാനിപ്പോൾ ഏകദേശം മനസ്സിലാക്കി. അപ്പോൾ ദേ ഒരുപാട് ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ. ഇതിപ്പോൾ 3 ആഴ്ചയായിട്ട് യൂസ് ചെയ്തിട്ട് കണ്ടോ, ഇത്രേ ആയിട്ടുള്ളൂ. 3 വീക്സായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. കണ്ടോ, വളരെ കുറച്ച് മതി. നിങ്ങൾക്ക് കാണുന്നുണ്ടോ? നല്ലൊരു മോയ്സ്ചറൈസിങ് എഫക്റ്റാണ് ഈ ജെല്ലിട്ട് കഴിയുമ്പോൾ. ഇത് കഴിഞ്ഞ് ഈ ജെല്ല് ഫുള്ള് അബ്സോർബ് ആയി കഴിയുമ്പോൾ നിങ്ങൾ സാധാരണ യൂസ് ചെയ്യുന്ന സൺസ്ക്രീൻ ഇടാം. കാണുന്നുണ്ടോ? ഒരു പ്ലംപിനെസ് നിങ്ങൾക്ക് കാണുന്നുണ്ടോ? അപ്പോൾ ഇതിട്ട് കുറച്ച് ആ സ്കിന്നിലേക്ക് ആ ജെല്ലൊന്ന് അബ്സോർബ് ആയി കഴിയുമ്പോൾ നിങ്ങൾ പുറത്തേക്ക് പോവുകയാണെങ്കിൽ നിങ്ങളുടെ സൺസ്ക്രീൻ ഇടാം. ഇതാണ് നമ്മുടെ സ്റ്റെപ്പ് നമ്പർ 2. ഇതാണ് നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്നത്. അതായത് രാവിലെയും വൈകുന്നേരം മുഖം ഫേസ് വാഷും അതിനുശേഷം മുഖം ഒപ്പിയതിന് ശേഷം ഈ ജെല്ല്. ഇതാണ് ഇത്. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡീറ്റാൻ പപ്പായ സ്ക്രബാണ്. ഇത് പക്ഷേ സ്ക്രബ് ഒരിക്കലും നമ്മൾ ഡെയിലി തയ്ക്കാൻ പാടില്ല. കാരണം ഇച്ചിരി ഓരോ ഉള്ളൊരു സംഭവമാണല്ലോ. അപ്പോൾ നമ്മുടെ ഒരു വീക്ക്ലി മാക്സിമം പോയി കഴിഞ്ഞാൽ ട്വൈസ്, ഞാൻ വീക്ക്ലി വൺസേ ചെയ്യുന്നുള്ളൂ. നമ്മുടെ സ്കിന്നിൽ അടിഞ്ഞുകൂടുന്ന നമ്മുടെ സ്കിന്നിൻ്റെ ഡെഡ് സെൽസ്, അതുപോലെ വല്ല ഡേർട്ട്, പിന്നെ മൊത്തത്തിൽ നമ്മുടെ സ്കിന്നൊന്ന് ക്ലീൻ ആൻഡ് സ്മൂത്ത് ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ സ്ക്രബ് യൂസ് ചെയ്യുന്നത്. സ്ക്രബിൻ്റെ ടെക്സ്ചർ ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഞാൻ വീക്ക്ലി വൺസേ യൂസ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ടാണ് ഇത് ക്വാണ്ടിറ്റി അങ്ങനെ തന്നെ ഇരിക്കുന്നത്. ഇത് കണ്ടോ, ഇതാണ് നമ്മുടെ സ്ക്രബ്. ഭയങ്കര ലൈറ്റ് സ്ക്രബാണ്, ഒരുപാട് ഹാർഡല്ല, ഭയങ്കര സോഫ്റ്റായ സ്ക്രബാണ്. നമ്മുടെ മൂക്കിൻ്റെ ഏരിയയിലും ഇവിടെയൊക്കെ നല്ല ഇതായിട്ട് നമുക്ക് സ്ക്രബ് ചെയ്യാം. അങ്ങനെ ഭയങ്കര ഹാർഡോ റഫോ അല്ല. അപ്പോൾ ഭയങ്കര രസമുള്ള മണമാണ് കേട്ടോ. ഇതിൻ്റെ മണം നമ്മുടെ സാഫ്രൻ്റെ ഒക്കെ മണമാണ് നമുക്ക് കൂടുതൽ ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ടിയറ നാച്ചുറൽസിൻ്റെ ക്ലീനപ്പ് കോംബോ. അതായത് ഫസ്റ്റ് നമ്മുടെ ഫേസ് വാഷ്, പിന്നെ നമ്മുടെ ജെൽ, പിന്നെ ആഴ്ചയിലൊരിക്കൽ നമ്മുടെ സ്ക്രബ്. പിന്നെ ടിയറ നാച്ചുറൽസിൻ്റെ വേറൊരു പ്രോഡക്റ്റും കൂടി എനിക്ക് നിങ്ങളെ പരിചയപ്പെടുത്താനുണ്ട്. ഇത് ഷിയ ബട്ടർ ഫ്ലോറൽ ബോഡി ലോഷൻ. ഇതും ഇത്രയായി. ഇത് ഞാൻ പക്ഷേ ഫുൾ ബോഡി ഇത് ചെയ്യില്ല. ഞാൻ പൊതുവെ ഇവിടെ തുടങ്ങി കൈമയാണ് ഞാൻ തേക്കാറ്. ഭയങ്കര പൂക്കളുടെ ഒരു ഭയങ്കര ഫ്ലവറി സ്മെല്ലാണ്. എനിക്ക് മൊത്തത്തിൽ ഇഷ്ടമായി. പിന്നെ ഷിയ ബട്ടർ ആയതുകൊണ്ട് തന്നെ ഇതിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ നേരത്തേക്ക് നമ്മുടെ സ്കിന്ന് നല്ല സോഫ്റ്റായിട്ട് ഇരിക്കാം. പിന്നെ ഈ ഒരു ഫ്രേഗ്രൻസും നന്നായിട്ടുണ്ട്. ഒരുപാട് ഫ്രേഗ്രൻ്റായ ക്രീമുകൾ ഇഷ്ടമില്ലാത്തവർക്ക് ഒരു പക്ഷേ ഇത് ഇഷ്ടപ്പെടില്ല. എന്നാൽ മൊത്തത്തിൽ ക്രീമും പൗഡറൊക്കെ ഇട്ടിട്ട് ഒരു മണമൊക്കെ വേണമെന്നുള്ളവർക്ക് ഇത് ഭയങ്കര ഇഷ്ടമാവും. ഞാനത് എടുത്ത് പറയാൻ കാരണം എനിക്കിത് നന്ന ഇഷ്ടമായി. പക്ഷേ എൻ്റെ മോൾക്ക് ഇത്രയും പെർഫ്യൂംഡായ ഫ്രേഗ്രൻസ് ഉള്ള ക്രീംസ് അവൾക്ക് ഇഷ്ടമല്ല. അപ്പോൾ അതാ പറഞ്ഞത്, ഓരോരുത്തരുടെ ടേസ്റ്റ് പോലെയാണ്. എനിക്ക് ഇത് നന്ന ഇഷ്ടമായി. കണ്ടോ, ഷിയ ബട്ടർ ആയതുകൊണ്ട് നല്ലൊരു
എന്താ കുറേ നേരത്തേക്ക് നമ്മുടെ സ്കിന്ന് നല്ല സപ്പിൾ ആൻഡ് സോഫ്റ്റ് ആയിട്ടൊരു ഫീലിംഗ് ഉണ്ടാവും. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്ത ടിയറ നാച്ചുറൽസിൻ്റെ ഈ 4 പ്രോഡക്റ്റ് എനിക്ക് വളരെ ഇഷ്ടമായി. അപ്പോൾ എല്ലാവരും ഓടിച്ചെന്ന് നമ്മുടെ ടിയറ നാച്ചുറൽസിൻ്റെ ക്ലീനപ്പ് കോംബോ ഓർഡർ ചെയ്യും. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.